അതെ അളിയാ എന്ത് കാണിക്കുന്നു നിങ്ങളിവിടെ? അതെ അളിയാ, ആർക്കറിയാത്ത ഒരു രഹസ്യം ഞാൻ അളിയോട് പറയാൻ പോവാണ്. നമ്മുടെ ഈ വീടിൻ്റെ ഈ റൂമിൽ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ നിധി ഇരിപ്പുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട് എത്ര കോടി ഉണ്ടെങ്കിലും പകുതി കോടി അളിയനും പകുതി എനിക്ക്. നിന്നോട് ആരാ പറഞ്ഞത്? നിന്റെ അച്ഛൻ. അല്ല അതെല്ലാവരും മാമൻ. എപ്പോ? ഞാനൊരു പട്ടാളക്കാരനായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അതിർത്തിയിൽ തോക്കൻ കുഴൽ ഇതാണോ നിധി? ഈ നിധി എന്നേ നമുക്ക് കിട്ടി. എന്നിട്ട് ഈ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, അതെപ്പോ എടുത്ത്? മോശമായിപ്പോ എൻ്റെ അടുത്തൊരു വാക്ക് പറയാനും അറിയാം. എടുത്തിട്ട് ഇവിടെ ആ നിധി തട്ടിപ്പുറത്തിരിപ്പുണ്ട്. അച്ഛൻ്റെ പഴയ ട്രങ്ക് പൊട്ടി. അതിനകത്ത് അച്ഛൻ്റെ ഡ്രസ്സുണ്ട്, തൊപ്പിയുണ്ട്, കുറച്ച് പൈസയുണ്ട്. എന്നിട്ട് ആ പൈസ എവിടെ കളിയാ? ആ പൈസ എനിക്ക് ഒന്നും തന്നില്ലല്ലോ നിങ്ങൾ. ആ പൈസയിലെ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് അമ്മ എടുത്ത് കളഞ്ഞത്. പിന്നെ ഈ കത്ത് ഇതന്നെ എവിടെ കിട്ടി? തങ്കത്തിന്റെ അലമാരയുടെ മുകളിലത്തെ ഒരു അച്ഛന്റെ കൈപ്പടയുള്ള എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരെണ്ണം വേണമെന്ന് കരുതിയിട്ട് അവളെടുത്ത് വിളിച്ചു വെച്ചതാ. അച്ഛൻ ഓ, അപ്പൊ ഇത് ഇവിടുന്ന് കുഴിച്ചെടുക്കാൻ വേണ്ടിട്ട് എന്നെ മാറ്റാൻ വേണ്ടിട്ടായിരിക്കും അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞല്ലേ? തക്ക സമയത്ത് നമ്മളിവിടെ എത്തി. ഇതിലൂടെ കുഴിച്ച് കൊടുത്തോണ്ടേനെ. എടാ നീ ഒരു ലോക തോൽവിയാണല്ലേ. ഇല്ലാത്ത നിധിയുടെ അന്വേഷിക്കുന്ന സമയം കൊണ്ട് ഉള്ളിടത്ത് പോയി അന്വേഷിക്കേ. അതെവിടെ നിധി ഉള്ളത്? നമ്മുടെ പറമ്പിൻ്റെ ഏതോ ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ അച്ഛൻ നിധി ഒളിപ്പിച്ചിട്ടുണ്ട്. സത്യം, എനിക്കത് അന്വേഷിക്കുന്ന പോയല്ല. അതുകൊണ്ടാണ്. സത്യം അതേത് തെങ്ങിന്റെ മൂട്ടിലേട്ടാ? അവിടെ ഒരു 10-25 തെങ്ങുണ്ട്. അതിലെത്തിന് ആളച്ച് തളവെടുപ്പിക്കാനെങ്കിലേ ഒരുപാട് പൈസ ആവും. ഇതാകുമ്പോൾ ഈ 3 കിഴങ്ങന്മാരും കൂടെ പോയി കളച്ച് തള്ളിക്കോളും.